ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു വൺ വെൽത്ത്. നമ്മുടെ ക്രിപ്റ്റോ ഫ്യൂച്ചേഴ്സ് ട്രേഡിംഗ് ബിഗിനേഴ്സ് ഗൈഡ് സീരീസിന്റെ ആദ്യത്തെ പാർട്ടാണ് ഇൻട്രൊഡക്ഷൻ ടു ക്രിപ്റ്റോ ഫ്യൂച്ചേഴ്സ് ട്രേഡിംഗ്. ഈ ഇൻട്രൊഡക്ഷൻ വീഡിയോയിലൂടെ എന്താണ് ക്രിപ്റ്റോ ഫ്യൂച്ചേഴ്സ് ട്രേഡിംഗ്, എങ്ങനെയാണ് ക്രിപ്റ്റോ ഫ്യൂച്ചേഴ്സ് വർക്ക് ചെയ്യുന്നത്, ഇങ്ങനെയുള്ള ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ മനസ്സിലാക്കുന്നതായിരിക്കും. നമുക്കറിയാം, സ്റ്റോക്ക് മാർക്കറ്റിനേക്കാൾ ഒരുപാട് വോളട്ടൈൽ ആണ് ക്രിപ്റ്റോ മാർക്കറ്റ്. ക്രിപ്റ്റോ മാർക്കറ്റ്സ് എസ്പെഷ്യലി ബിറ്റ് കോയിനിൽ നമുക്ക് ഫ്രീക്വന്റ് ആയിട്ട് ബുൾ മാർക്കറ്റ്സും ബെയർ മാർക്കറ്റ്സും കാണാനായിട്ട് പറ്റും. ബുൾ മാർക്കറ്റ് എന്ന് പറയുമ്പോൾ മുകളിലേക്ക് തന്നെ പൊയ്ക്കൊണ്ടിരിക്കുന്ന ഒരു മാർക്കറ്റിനെ നമ്മൾ ബുൾ മാർക്കറ്റ് എന്ന് പറയും. അതുപോലെ തന്നെ ക്രാഷ് ആയിക്കൊണ്ടിരിക്കുന്ന അല്ലെങ്കിൽ ഇടിഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു മാർക്കറ്റിനെ നമ്മൾ ബെയർ മാർക്കറ്റ് എന്നും പറയും. അപ്പോൾ ബുൾ മാർക്കറ്റ് ആണെങ്കിലും ബെയർ മാർക്കറ്റ് ആണെങ്കിലും നമുക്ക് പ്രോഫിറ്റ് ജനറേറ്റ് ചെയ്യാനുള്ള ഒരു സൊല്യൂഷൻ ആണ് ക്രിപ്റ്റോ ഫ്യൂച്ചേഴ്സ് ട്രേഡിംഗ് എന്ന് പറയുന്നത്. ക്രിപ്റ്റോ ഫ്യൂച്ചേഴ്സിന്റെ പ്രത്യേകതയൊക്കെ നമുക്ക് മനസ്സിലായി. ഇനി ക്രിപ്റ്റോ ഫ്യൂച്ചേഴ്സ് എന്താണെന്ന് ശരിക്കും ഒന്ന് മനസ്സിലാക്കേണ്ട ആവശ്യമുണ്ട്. അപ്പോൾ നമുക്ക് ക്രിപ്റ്റോ ഫ്യൂച്ചേഴ്സ് എന്താണെന്ന് മനസ്സിലാക്കാം. ക്രിപ്റ്റോ ഫ്യൂച്ചേഴ്സ് എന്ന് പറയുന്നത് കോൺട്രാക്ട്സ് ആണ്. നമ്മളൊരു ഫ്യൂച്ചർ ഡേറ്റിൽ ബൈ ചെയ്യാനോ സെൽ ചെയ്യാനോ ആയിട്ട് എഗ്രി ചെയ്തുകൊണ്ടുള്ള ഒരു കോൺട്രാക്റ്റ് ആണ് ഫ്യൂച്ചേഴ്സ് എന്ന് പറയുന്നത്. ഫ്യൂച്ചേഴ്സ് ട്രേഡിംഗ് എന്താണെന്ന് നമുക്കൊരു എക്സാമ്പിളിലൂടെ മനസ്സിലാക്കാം. നമ്മുടെ ഒരു സൈഡിലായിട്ട് അമലുണ്ട്, അതുപോലെ തന്നെ അപ്പുറത്ത് ബിനുവും ഉണ്ട്. ഇതിൻ്റെ നടുക്കായിട്ട് നമ്മുടെ ബിറ്റ് കോയിൻ്റെ ചാർട്ടും ഉണ്ട്. അപ്പോൾ അമൽ പറയാണ്, അമലിന് ഉറപ്പാണ് ബിറ്റ് കോയിൻ ഇവിടുന്ന് പ്രൈസ് താഴേക്ക് പോകാൻ പോവാണ്, അതുകൊണ്ട് ഞാനിവിടെ സെല്ല് ചെയ്യാൻ പോവാണ് എന്ന് അമൽ പറയുകയാണ്. അതിനുശേഷം അമൽ എന്ത് ചെയ്യുന്നു? അമൽ ഫ്യൂച്ചേഴ്സ് സെല്ല് ചെയ്യുന്നു. ഇതേ സമയത്ത് തന്നെ നമ്മുടെ ബിനു എന്താ പറയുന്നത്? ബിനു പറയുന്നത് ബിറ്റ് കോയിൻ്റെ പ്രൈസ് മുകളിലേക്കാണ് പോകാൻ പോകുന്നത്, അതുകൊണ്ട് ഞാൻ ബൈ എടുക്കാൻ പോവാണെന്ന് പറയുന്നു. അതിനുശേഷം ബിനു എന്താണ് ചെയ്യുന്നത്? ബിനു ഇവിടെ വന്നിട്ട് ഫ്യൂച്ചേഴ്സ് ബൈ ചെയ്യുന്നു. ഒരു 10 മിനിറ്റ് കഴിഞ്ഞപ്പോൾ ബിറ്റ് കോയിൻ എന്താണ് സംഭവിച്ചത്? ബിറ്റ് കോയിൻ്റെ പ്രൈസ് മുകളിലേക്ക് പോയി. ഇപ്പോൾ എന്താണ്? അമൽ ലോസിൽ നിൽക്കുകയാണ്, കാരണം അമൽ ഇവിടെ സെല്ലാണ് ചെയ്തത്. ബിനു എന്താണ്? ബിനു പ്രോഫിറ്റിൽ നിൽക്കുകയാണ്, കാരണം ബിനു ഇവിടെ ബൈ ആണ് ചെയ്തത്. അപ്പോൾ ബിനു ഉദ്ദേശിച്ച ഒരു ടാർഗറ്റിൽ ഈ ഒരു ബിറ്റ് കോയിൻ്റെ പ്രൈസ് എത്തിയിട്ടുണ്ട്. അപ്പോൾ ബിനു എന്ത് ചെയ്തു? ബിനു വാങ്ങിയ ഫ്യൂച്ചേഴ്സ് അല്ലെങ്കിൽ കോൺട്രാക്റ്റ് ബിനു ഇവിടെ എന്ത് ചെയ്തു? ബിനു ഇവിടെ സെല്ല് ചെയ്തു. അപ്പോൾ ബിനു ആ ഒരു ട്രേഡ് ഇവിടെ ക്ലോസ് ചെയ്ത് ആ ഒരു പ്രോഫിറ്റ് എടുത്തു. ബിനു എന്താണ് ചെയ്തത്? പ്രൈസ് താഴ്ന്നു നിന്ന സമയത്ത് ഫ്യൂച്ചേഴ്സ് ബൈ ചെയ്തു. അതുപോലെ തന്നെ പ്രൈസ് മുകളിലേക്ക് വന്ന സമയത്ത്, ടാർഗറ്റിലെത്തിയ സമയത്ത് ആ ഒരു ഫ്യൂച്ചേഴ്സ് സെല്ല് ചെയ്ത് ആ ഒരു പ്രോഫിറ്റ് എടുത്തു. ഇപ്പോൾ ബിനുവിൻ്റെ കാര്യമാണ് കഷ്ടത്തിൽ. ബിനു ഇവിടെ സെല്ലാണ് ചെയ്തത്, അതിനുശേഷം പ്രൈസ് മുകളിലേക്കും പോയി. അപ്പോൾ ബിനു ഇപ്പോൾ ലോസിലാണ് നിൽക്കുന്നത്. ബിനു പറയുന്നത് ബിറ്റ് കോയിൻ്റെ പ്രൈസ് താഴേക്ക് തന്നെ പോകും, കുറച്ച് നേരം കൂടെ വെയിറ്റ് ചെയ്യാനാണ് പറയുന്നത്. അങ്ങനെ കുറച്ച് നേരം കൂടെ വെയിറ്റ് ചെയ്തപ്പോൾ എന്ത് സംഭവിച്ചു? ബിറ്റ് കോയിൻ്റെ പ്രൈസ് നേരെ താപ്പോട്ട് വന്നു. അപ്പോൾ അമൽ എവിടെ നിന്നാണ് വാങ്ങിയത്? അമൽ ഇവിടെ നിന്നാണ് സെല്ല് ചെയ്തത്. അതിനുശേഷം പ്രൈസ് ഇപ്പോൾ എവിടെയാണ് നിൽക്കുന്നത്? അതിലും താഴെയാണ് നിൽക്കുന്നത്. അപ്പം അമൽ ഇപ്പോൾ പ്രോഫിറ്റിലാണ്. അപ്പോൾ അമൽ എന്ത് ചെയ്യും? അമൽ ഇവിടെ സെല്ലാണ് ചെയ്തത്, അപ്പോൾ അമൽ ഇവിടെ ബൈ ചെയ്യും. അപ്പോൾ അമൽ സെല്ല് ചെയ്ത കോൺട്രാക്ട്സ് അമൽ തിരിച്ചിവിടെ ബൈ ചെയ്തു. ബൈ ചെയ്യുമ്പോൾ എന്തായി? ആ ഒരു ട്രേഡ് സ്ക്വയർ ഓഫ് ആയി അവിടെ ക്ലോസ് ആവും. അപ്പോൾ ഈ ഒരു ചാർട്ടിൽ നിന്നും ഈ അമലും പ്രോഫിറ്റ് ഉണ്ടാക്കി, ബിനുവും പ്രോഫിറ്റ് ഉണ്ടാക്കി. രണ്ടുപേരും ഒരേ സ്ഥലത്തു നിന്നാണ് ട്രേഡ് എടുത്തത്, പക്ഷേ രണ്ട് രീതിയിലുള്ള ട്രേഡാണ് രണ്ടുപേരും എടുത്തത്. ഒരാൾ സെല്ലാണ് ചെയ്തത്, ഒരാൾ ബൈ ആണ് ചെയ്തത്. ഇതിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ, ഇവിടെ ആരും ബിറ്റ് കോയിൻ വാങ്ങുകയോ വിൽക്കുകയോ ചെയ്തിട്ടില്ല. അമൽ സെല്ല് ചെയ്തു, ബിനു ബൈ ചെയ്തു. പക്ഷേ രണ്ടുപേരും ഫ്യൂച്ചേഴ്സാണ് ബൈയും സെല്ലും ചെയ്തത്. ബിറ്റ് കോയിൻ്റെ അതേ വാല്യൂ ഉള്ള ഒരു കോൺട്രാക്റ്റ് മാത്രമാണ് ഇവർ വിൽക്കുകയും വാങ്ങുകയും ചെയ്തത്. ചുരുക്കി പറഞ്ഞാൽ, ഫ്യൂച്ചറിൽ ഉണ്ടാകാൻ പോകുന്ന പ്രൈസ് മൂവ്മെൻറ്റിൽ നമ്മൾ ബെറ്റ് ചെയ്യുന്നത് പോലെ തന്നെയാണ് ഫ്യൂച്ചേഴ്സ് ട്രേഡ് ചെയ്യുന്നത്. ലോങ്ങും ഷോർട്ടും എന്താണെന്ന് നമുക്ക് മനസ്സിലാക്കാം. നമ്മൾ ബൈ ചെയ്യുന്നതിന് ലോങ് എന്ന് പറയും, സെല്ല് ചെയ്യുന്നതിന് ഷോർട്ട് എന്ന് പറയും. പ്രൈസ് മുകളിലേക്ക് പോകുന്നത് നമുക്ക് ഉറപ്പാണെങ്കിൽ നേരത്തെ നമ്മൾ എന്താണ് ബിനു ചെയ്തതുപോലെ നമ്മൾ ഫ്യൂച്ചേഴ്സ് ബൈ ചെയ്യുന്നു അല്ലെങ്കിൽ ലോങ് ചെയ്യുന്നു. പ്രൈസ് താഴേക്കാണ് പോകുന്നതെന്ന് ഉറപ്പാണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും? നേരത്തെ അമൽ ചെയ്തതുപോലെ നമ്മൾ സെല്ല് ചെയ്യും, അല്ലെന്നുണ്ടെങ്കിൽ ഷോർട്ട് ചെയ്യും. അടുത്തതായിട്ട് നമുക്ക് ഫ്യൂച്ചേഴ്സ് ട്രേഡിങ്ങും സ്പോട്ട് ട്രേഡിങ്ങും തമ്മിലുള്ള ഒരു ഡിഫറൻസ് മനസ്സിലാക്കാം. ഫ്യൂച്ചേഴ്സ് ട്രേഡ് ചെയ്യുന്ന സമയത്ത് ആ ഒരു റിയൽ അസറ്റ് അവിടെ ഇൻവോൾവ്ഡ് ആണോ എന്ന് ചോദിച്ചാൽ അല്ല. നമ്മൾ അതിൻ്റെ അതേ വാല്യൂ ഉള്ള ഒരു കോൺട്രാക്റ്റ് മാത്രമാണ് ബൈയും സെല്ലും ചെയ്യുന്നത്. പിന്നെ ഫ്യൂച്ചേഴ്സ് ട്രേഡിങ്ങിൻ്റെ വേറൊരു പ്രത്യേകത നമ്മൾ മുമ്പും ചർച്ച ചെയ്തതാണ്. ഏത് ഡയറക്ഷനിലേക്ക് മാർക്കറ്റ് പോകുന്നുണ്ടെങ്കിലും നമുക്കൊരു പ്രോഫിറ്റ് ജനറേറ്റ് ചെയ്യാനായിട്ട് സാധിക്കും. ഇനി സ്പോട്ട് ട്രേഡിംഗ് എന്ന് പറയുമ്പോൾ നമ്മളവിടെ റിയൽ അസറ്റാണ് വാങ്ങുന്നത്. ലോങ് ടൈമിലോട്ടുള്ള ആ ഒരു ഗ്രോത്ത് മനസ്സിലാക്കിയിട്ടാണ് നമ്മളൊരു അസറ്റ് വാങ്ങി വെക്കുന്നത്. സ്പോട്ട് ട്രേഡിങ്ങിൽ നമുക്ക് എന്താണ് ബൈ മാത്രമാണ് ചെയ്യാൻ പറ്റുന്നത്, കാരണം നമ്മൾ വൺസ് ആ ഒരു അസറ്റ് വാങ്ങിയാൽ മാത്രമേ നമുക്കത് വിൽക്കാനായിട്ട് പറ്റൂ. അതേസമയം കോൺട്രാക്റ്റിൽ അങ്ങനെയല്ല. കോൺട്രാക്റ്റ് നമുക്ക് സെല്ല് ചെയ്തുകൊണ്ട് ട്രേഡ് എടുക്കാൻ പറ്റും. പക്ഷേ സ്പോട്ട് ട്രേഡിങ്ങിൽ നമുക്ക് ബൈ ചെയ്തുകൊണ്ട് മാത്രമേ ട്രേഡിലേക്ക് എൻ്റർ ചെയ്യാൻ പറ്റുള്ളൂ. ക്രിപ്റ്റോയിലെ സ്പോട്ട് ട്രേഡിങ് നിങ്ങൾക്ക് നമ്മുടെ സ്റ്റോക്ക് മാർക്കറ്റിൽ നമ്മൾ ഡെലിവറി സ്റ്റോക്ക് വാങ്ങി വെക്കുന്ന ആ ഒരു സ്കീം തന്നെയാണ്. ഫ്യൂച്ചേഴ്സ് ട്രേഡിങ് ഒരുപാട് ഫ്ലെക്സിബിളാണ്. നമുക്ക് നമ്മളുടെ ക്യാപിറ്റൽ മാത്രമല്ല ലെവറേജ് ചെയ്ത് ഉപയോഗിക്കാനായിട്ട് പറ്റും. സ്പോട്ട് ട്രേഡിങ്ങിൽ പക്ഷേ ലെവറേജ് ഒന്നും അവൈലബിൾ അല്ല. നമ്മളുടെ കയ്യിൽ എത്രയാണോ ക്യാപിറ്റൽ ഉള്ളത് അത് മാത്രമായിരിക്കും നമുക്ക് സ്പോട്ട് ട്രേഡിങ്ങിൽ ഉപയോഗിക്കാൻ പറ്റുന്നത്.
ഇപ്പോൾ ഫ്യൂച്ചേഴ്സ് ട്രേഡിംഗ് ചെയ്യുകയാണെങ്കിൽ നമുക്കതിൽ ലെവറേജ് ഉപയോഗിക്കാമെന്ന് ഞാൻ പറഞ്ഞു. ഈ ലെവറേജ് എന്താണെന്ന് നമുക്കൊന്ന് മനസ്സിലാക്കാം. ലെവറേജ് എന്ന് പറഞ്ഞാൽ നമ്മൾ ട്രേഡ് ചെയ്യുന്ന എക്സ്ചേഞ്ച് തരുന്ന ഒരു ഫീച്ചറാണ്. അത് ഫ്യൂച്ചേഴ്സ് ട്രേഡിങ്ങിൽ മാത്രമാണ് അവൈലബിൾ ആയിട്ടുള്ളത്. നമ്മളുടെ പ്രോഫിറ്റും അതുപോലെ തന്നെ ലോസും ആംപ്ലിഫൈ ചെയ്യാനായിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന ഒരു ടൂളാണ് ലെവറേജ്. ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ $1000 കോൺട്രാക്റ്റാണ് നമുക്ക് ബൈ ചെയ്യാനുള്ളത്. പക്ഷേ എൻ്റെ കയ്യിൽ $100 മാത്രമാണ് ഉള്ളത് ക്യാപിറ്റലായിട്ട്. അപ്പോൾ ഞാൻ എന്ത് ചെയ്യും? $100 കൂടെ ഒരു 10x ലെവറേജ് സെലക്ട് ചെയ്യും. $100 കൂടെ 10x ലെവറേജ് എന്ന് പറഞ്ഞാൽ $100 മാത്രം എൻ്റെ ക്യാപിറ്റലായിട്ട് ഞാൻ യൂസ് ചെയ്യും. ബാക്കി $900 എക്സ്ചേഞ്ച് ആയിരിക്കും എനിക്ക് തരുന്നത്. അപ്പോൾ ചുരുക്കി പറഞ്ഞാൽ $100 വെച്ച് $1000 ഒരു ട്രേഡ് എടുക്കാനായിട്ട് എനിക്ക് എക്സ്ചേഞ്ച് തരുന്ന ഫണ്ടാണ് ലെവറേജ് എന്ന് പറയുന്നത്. ലെവറേജ് ചെയ്യുമ്പോൾ എന്താണ് സംഭവിക്കുന്നത്? നമ്മൾക്കുണ്ടാവുന്ന പ്രോഫിറ്റ് അതുപോലെ തന്നെ ഇപ്പോൾ നമ്മൾ 2x ലെവറേജ് ആണ് കൊടുക്കുന്നതെങ്കിൽ നമുക്കവിടെ ഉണ്ടാവേണ്ട പ്രോഫിറ്റിൻ്റെ ഇരട്ടി പ്രോഫിറ്റാണ് നമുക്ക് വരുന്നത്. അതുപോലെ തന്നെ ലോസും ആംപ്ലിഫൈ ആവും. നമുക്ക് വരേണ്ട ലോസിൻ്റെ ഇരട്ടി ലോസ് ആയിരിക്കും നമുക്ക് വരുന്നത്. നേരത്തെ നമ്മൾ കണ്ടു അമലും ബിനുവും പ്രോഫിറ്റ് ഉണ്ടാക്കുന്നത് നമ്മൾ കണ്ടു. അവരെടുത്ത ട്രേഡിൽ അവരൊരു 2x ലെവറേജ് കൊടുത്തിരുന്നെങ്കിൽ അവർക്ക് കിട്ടിയ പ്രോഫിറ്റിൻ്റെ ഇരട്ടി പ്രോഫിറ്റ് അവർക്ക് കിട്ടിയേനെ. അതുപോലെ തന്നെ അമൽ ഇടയ്ക്ക് വെച്ച് ലോസിലേക്ക് പോകുന്നത് നമ്മൾ കണ്ടു. അപ്പം 2x ലെവറേജിലാണ് ട്രേഡ് എടുത്തിരുന്നതെങ്കിൽ ആ ഒരു ലോസും 2x ആയിരുന്നേനെ. ഇപ്പോൾ ലെവറേജ് മോർ പവർ മോർ റിസ്ക് ആണ്. അതായത് നമുക്ക് പവർ തരും, പക്ഷെ അതുപോലെ തന്നെ റിസ്ക്കും തരുന്നുണ്ട്. നേരത്തെ നമ്മുടെ അമൽ സെല്ല് ചെയ്ത സമയത്ത് എന്താ സംഭവിച്ചത്? സെല്ല് ചെയ്തതിന് ശേഷം മുകളിലേക്കാണ് പ്രൈസ് പോയത്. അതായത് ഓപ്പോസിറ്റ് ഡയറക്ഷനിലേക്കാണ് പ്രൈസ് പോകുന്നുണ്ടായത്. അപ്പോൾ സ്വാഭാവികമായിട്ടും നമുക്ക് ലോസ് ആയിരിക്കും വരുന്നത്. അതുപോലെ തന്നെ അമലിപ്പോൾ ഒരു 10x ലെവറേജ് ആണ് ഉപയോഗിച്ചതെങ്കിൽ നല്ലതുപോലെ 10x ആയിട്ടായിരിക്കും ലോസ് കൂടിക്കൂടി വരുന്നത്. ലോസും കൂടിക്കൂടി വരുന്ന സമയത്ത് എന്ത് സംഭവിക്കും? ഒരു സ്പെസിഫിക് പ്രൈസിൽ എത്തുമ്പോഴത്തേക്കും നമ്മളുടെ ലോസ് നമ്മളുടെ ക്യാപിറ്റലിന് ഈക്വൽ ആവും. അതായത് നമ്മുടെ വാലറ്റ് 0യിലേക്ക് പോകുന്ന ഒരു പ്രൈസ് ഉണ്ട്. ആ പ്രൈസിനാണ് നമ്മൾ ലിക്വിഡേഷൻ പ്രൈസ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഒരു ലിക്വിഡേഷൻ പ്രൈസ് എത്തുമ്പോൾ എന്ത് സംഭവിക്കും? നമ്മളുടെ പോക്കറ്റ് കാലിയാവും. നമ്മൾ ഈ ട്രേഡിനായിട്ട് ഉപയോഗിച്ച ക്യാപിറ്റൽ എത്രയാണോ ആ ക്യാപിറ്റൽ ഫുള്ള് വൈപ്പ് ഔട്ടായി 0യിലേക്ക് പോകുന്ന പോയിൻ്റാണ് ലിക്വിഡേഷൻ. അങ്ങനെ സംഭവിക്കുന്നതിനാണ് നമ്മൾ ലിക്വിഡേഷൻ എന്ന് പറയുന്നത്. നമ്മൾ ലെവറേജ് കൂടുതൽ ഉപയോഗിക്കുന്നതനുസരിച്ച് ലിക്വിഡേഷനുള്ള സാധ്യതകൾ കൂടി വരും, റിസ്ക് കൂടും. ഇപ്പോൾ ഫ്യൂച്ചേഴ്സ് ട്രേഡിംഗ് ചെയ്യുന്ന സമയത്ത് കൃത്യമായി റിസ്ക് മാനേജ് ചെയ്തില്ല എന്നുണ്ടെങ്കിൽ ഇതുപോലെ നമ്മളുടെ വാലറ്റ് 0യിലേക്ക് പോകുന്ന ഒരു അവസ്ഥയുണ്ടാവും. അപ്പോൾ ഏറ്റവും ബേസിക് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ നമ്മൾ ഈ ഒരു ഇൻട്രൊഡക്ഷൻ വീഡിയോയിൽ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. പൂർണ്ണമായിട്ട് മനസ്സിലാവണമെന്നില്ല, നമ്മളുടെ ഒരു ഇൻട്രൊഡക്ഷൻ വീഡിയോ മാത്രമാണിത്. ഇതിൻ്റെ എല്ലാം ഡീറ്റെയിൽഡ് വീഡിയോ ഇനി വരുന്നുണ്ട്. ഫ്യൂച്ചേഴ്സിലെ ബേസിക്സ് നമ്മളിപ്പോൾ ഡിസ്കസ് ചെയ്ത കാര്യങ്ങളെല്ലാം നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് ചർച്ച ചെയ്യും. അതുപോലെ തന്നെ ഓർഡർ ടൈപ്പുകൾ, പിന്നെ ഇമോഷണൽ കൺട്രോൾ, റിസ്ക് മാനേജ്മെൻറ്റ്, ഇതെല്ലാം ക്രൂഷ്യലാണ് ഫ്യൂച്ചേഴ്സ് ട്രേഡിങ്ങിൽ. ഈ ഒരു സീരീസ് കംപ്ലീറ്റ് വാച്ച് ചെയ്ത് കഴിയുമ്പോഴത്തേക്കും നിങ്ങൾക്ക് ധൈര്യമായിട്ട് നിങ്ങളുടെ ഫ്യൂച്ചേഴ്സിലെ ഫസ്റ്റ് ട്രേഡ് എടുക്കാൻ സാധിക്കുന്നതായിരിക്കും. അപ്പോൾ ഫ്യൂച്ചേഴ്സ് ട്രേഡിംഗ് എന്ന് പറയുന്നത് നല്ല രീതിയിൽ റിവാർഡിങ് ആയിട്ടുള്ളൊരു ട്രേഡിംഗ് ആണ്. നല്ലതുപോലെ നമുക്ക് പ്രോഫിറ്റ് ഉണ്ടാക്കാൻ പറ്റും. അതുപോലെ തന്നെ ലോസും ഉണ്ടാവാം. ഹൈ റിവാർഡ് ഉള്ളിടത്ത് ഹൈ റിസ്ക്കും ഉണ്ട്, അത് ആദ്യം മനസ്സിലാക്കുക. അപ്പോൾ ഹൈ റിവാർഡിങ്ങും ഹൈ റിസ്കി ആയിട്ടുള്ള ഈ ഒരു ഫ്യൂച്ചേഴ്സ് ട്രേഡിംഗ് എന്തിനാണ് ആൾക്കാർ ചെയ്യുന്നത്, നമ്മൾ എന്തിനാണ് ചെയ്യാൻ പോകുന്നത്, ഇതിൻ്റെ എല്ലാം ഒരു വ്യക്തമായ ധാരണ നമുക്ക് വേണം. അതുകൊണ്ട് തന്നെ അടുത്ത എപ്പിസോഡിൽ നമ്മൾ ആ ഒരു കാര്യങ്ങൾ ചർച്ച ചെയ്യുന്നതായിരിക്കും. അപ്പോൾ നമുക്ക് അടുത്ത എപ്പിസോഡിൽ കാണാം. സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക. വീഡിയോസ് ഒന്നും മിസ്സാവാതിരിക്കാനായിട്ട് നോട്ടിഫിക്കേഷനോട് എനേബിൾ ചെയ്ത് വെക്കുക. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഒരു ലൈക്ക് കൂടെ ചെയ്ത് വെക്കുക.